അല്ലേ? ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു പണിക്കും പോകാതെ. നീയും നിൻ്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞിനും കൂടെ നീ ചിലവിന് താ, ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോകും. അപ്പം നീ കൊണ്ട് ചിലവിന് താ, ഞാൻ വീട്ടിലിരിക്കാം. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുവിനൊക്കെ എടുത്തിട്ട് ഏറെ കയറ്റുന്നത്. എടാ അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച് പോട്ടടെ എങ്ങനെയും. നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, എടാ ഡാനി സത്യ, എടാ ഡാനി സത്യ, ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിൻ്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണാന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണമുണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുമോ? അപ്പോൾ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എൻ്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവമാക്കിയേക്കുന്നത്. എടാ അതുലിനോടാ നീ പറയാം, എടാ നാണോ മാനോ കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എൻ്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ. എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? എടാ നാണം ഉണ്ടോടാ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കയറ്റണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്? ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എൻ്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എൻ്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എൻ്റെ വായിൽ ഞാൻ അനാവശ്യ വാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പം പാടുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതിൽ നിനക്ക് നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാതോരാതെ പ്രസംഗിക്കുന്നല്ലോ. എൻ്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നു. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവന് കേൾക്കണം, ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്കും തന്നിട്ടുള്ളത്. അതിനനുസരിച്ചേ രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടോ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. രേണു ചേച്ചി അയാൾ കിട്ടുന്നവരെ ഒക്കെ തിന്ന് ജീവിക്കുന്ന ആളാണ്. രേണു ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കൂ. ഈ പറയുന്ന എല്ലാവരും ചേച്ചിക്ക് ജീവിക്കാനുള്ളത് തരുന്നില്ലല്ലോ. അവർക്കുള്ളത് ചേച്ചിനെ വെച്ച് ഉണ്ടാക്കുന്നു. രേണു ചേച്ചി ഇവരൊക്കെ മെയിൻറ്റ് ചെയ്യാൻ നിന്നാൽ അതിനെ നേരം കാണുകയുള്ളൂ. രേണു ചേച്ചി happy ആയി ഇരിക്കും. രേണു ചേച്ചി അടിപൊളി റിയാക്ഷൻ അവന്മാരുടെ അണ്ണാക്കിൽ കൊടുത്തു. ചേച്ചി പറയുന്നവർ പറയട്ടെ, ചേച്ചിക്ക് ശരി എന്ന് തോന്നുന്നത് ചേച്ചി ചെയ്യുക. രേണു ചേച്ചി ഒരു ആരാധകനാണ്, പേര് ഉമറുൽ ഫാറൂഖ്. രേണു ചേച്ചി happy വിഷു ആശംസകൾ. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ, ചെതറട്ടെ.